നമസ്കാരം, ഞാൻ വിനീഷ് രോഹിണി. സ്വന്തമായിട്ടൊരു ബൈക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്ന് എനിക്കറിയാം. അപ്പോൾ ബൈക്ക് വാങ്ങിക്കുമ്പോൾ എന്തായാലും നമ്മൾ ലോൺ എടുക്കേണ്ടി വരും. മുഴുവൻ പൈസയൊന്നും ഉണ്ടാവില്ല. നമ്മൾ എന്തായാലും കടക്കണിയിലേക്ക് എത്തിപ്പെടും എന്നത് ഉറപ്പാണ്. പലിശക്കണിയാണ് ഇത് സംഭവം. അപ്പോൾ ഈ പലിശക്കണി ഒഴിവാക്കാൻ വേണ്ടി ഒരു ട്രിക്ക് ഉണ്ട്. എന്താ അറിയോ? 20-4-10. 20-4-10. അതെന്താണ് 20-4-10? അറിയാൻ ആഗ്രഹമുണ്ടോ? ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ മതി. നിങ്ങൾ ഈ കടക്കണിയിൽ നിന്ന് രക്ഷപ്പെടും. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. സിമ്പിൾ ആണ് ട്രിക്ക്. ബൈക്ക് എന്ന് പറയുന്നത് എല്ലാവർക്കും ആവശ്യമുള്ള ഘടകമാണ്. ഞാൻ എൻ്റെ ബൈക്ക് യാത്ര അങ്ങ് തുടങ്ങുന്നത് സമുരായി, അതേപോലെ തന്നെ LML, TVS, പ്ലാറ്റിന, ഇങ്ങനെയുള്ള കുറേ ബൈക്കുകൾ എടുത്ത്, പിന്നെ യൂണിക്കോൺ, പിന്നെ ഒരു FZ, അത് കഴിഞ്ഞ് അവസാനം ഡ്യൂക്കിലൂടെ എൻ്റെ ബൈക്കിന്റെ സംഭവം നിൽക്കുകയാണ്. കാരണം വെച്ചാൽ എല്ലാ വണ്ടിയിൽ നിന്നും ചെറിയ ചെറിയ ആക്സിഡന്റ് ആയിട്ടുണ്ടെങ്കിലും ഡ്യൂക്കിൽ നിന്ന് വീണിട്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ കാലം ഞാൻ കടന്നുപോയി. അപ്പോൾ അതിനുശേഷം ഞാൻ ഈ ബൈക്ക് എന്നുള്ള സംഭവം മാറിയിട്ട് കാറിലേക്ക് ജമ്പ് ചെയ്തു. ഇപ്പൊ കാറാണ് എൻ്റെ മെയിൻ ലക്ഷ്യം. ആദ്യം ഒരു കാർ 800 ആയിരുന്നു. 800 കാറിൽ നിന്നും പിന്നെ ജമ്പ് ചെയ്തു. നമുക്ക് ഏറ്റവും കൂടുതൽ സേഫ് ഉള്ള ഒരു വണ്ടിയായിരുന്നു വോക്സ്വാഗന്റെ പോളോ ആയിരുന്നു. പോളോ നിലനിർത്തിക്കൊണ്ട് തന്നെ ഇപ്പൊ BMW X1 മാറി. അപ്പം ഈ ഒരു രണ്ട് വാഹനവും യാത്ര വന്നതെന്ന് വെച്ചാൽ അവിടെ സമുരായിൽ നിന്ന് വന്നതാണ്. സമുരായി അറിയില്ലേ? LML നിന്നും സാധനങ്ങളെ കിട്ടാറില്ല. ബൈക്ക് ഒരു ഹരമായിരുന്നു. കുറേ ബൈക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ്, അതൊരു നല്ലൊരു റിച്ച് എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പോഴും അതെ, ബൈക്ക് ഭയങ്കര ഇഷ്ടമാണ്, കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമൊക്കെയാണ്. പക്ഷെ അന്നത്തെ ആ ഒരു അപകടം, അതിനെക്കുറിച്ച് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ ബ്രെയിനിലുണ്ട്. അപ്പൊ ബൈക്ക് കാണുമ്പോൾ എപ്പോഴും ഭയമാണ്. നല്ല സ്പീഡിലേക്ക് പോകുമ്പോൾ ഞാനിപ്പോൾ പറയും കുറച്ച് മെല്ലെ പോയിക്കൂടെയാണ്. പക്ഷെ അന്നത്തെ കാലത്ത് ഇതേപോലെ എല്ലാവരും പറയുമ്പോൾ നമ്മൾ അതിനൊന്നും മൈൻഡ് ചെയ്യാതെ നമ്മുടെ ഒരു നല്ല ചുറുചുറുക്കുള്ള ഒരു പ്രായമായിരുന്നു. ആ പ്രായത്തിലൊക്കെ അടിച്ച് പൊളിച്ച് നടന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെയാണ് ഇന്ന് ഓർക്കുന്നത്. പക്ഷെ അന്ന് ഇതേപോലെ തന്നെ കുറെ ലോണൊക്കെ എടുത്തിട്ടുണ്ട്. അതൊന്നും വലിയൊരു ബാധ്യതയായിട്ട് അന്ന് ഫീൽ ചെയ്തില്ല. കാരണം വെച്ചാൽ കുടുംബവുമായി ബന്ധപ്പെട്ടുള്ള വലിയ ഇതൊന്നുമില്ല, കമ്മിറ്റ്മെന്റ് ഇല്ല. പണിയെടുക്കുന്ന ജോലിയെടുത്ത് കിട്ടുന്ന വരുമാനം അവിടെ ഫാമിലിക്ക് കൊടുക്കണം, അവിടെ സ്പെൻഡ് ചെയ്യണം, ഇന്ന ഡ്രീം, അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് സംഭവിച്ചു? പൈസയൊന്നും ഇങ്ങനെ വലിയ ടെൻഷൻ ആയില്ല. പക്ഷെ ഇന്നത്തെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ വലിയ ബൈക്കിലേക്കാണ് ആദ്യം തന്നെ ജമ്പ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ലോൺ എടുക്കേണ്ടി വരും. അത് പ്രശ്നമാവും. സോ നമുക്ക് മനസ്സിലാക്കാം എന്താണ് 20-4-10 റൂള്. സ്വപ്ന വാഹനം സ്വന്തമാക്കുക എന്നത് ഏതൊരാളുടെയും വലിയ ആഗ്രഹമാണ്, എന്റെ അടക്കം. ആവേശത്തിന് പുറത്ത് ബൈക്കോ കാറോ വാങ്ങുമ്പോൾ പലരും പലിശയും EMIയുടെയും വലിയൊരു കെണിയിൽ നിന്ന് ചാടി പെട്ടാറുണ്ട് എന്ന് തന്നെ പറയാം. മാസാവസാനം കയ്യിൽ പണമില്ലാത്ത അവസ്ഥ ഒഴിവാക്കാനും സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാനും വിദഗ്ധർ നിർദ്ദേശിക്കുന്ന ഒരു ലളിതമായിട്ടുള്ള റൂളാണ് 20-4-10. ഞാൻ പറഞ്ഞതല്ല. 20 എന്ന് പറഞ്ഞാൽ ഡൗൺ പേയ്മെന്റ് ആണ്. നിങ്ങളുടെ സാമ്പത്തിക ശേഷിക്ക് അനുയോജ്യമായ വാഹനമാണോ തിരഞ്ഞെടുക്കുന്നത് തീരുമാനിക്കാൻ ഈ റൂൾ നിങ്ങളെ സഹായിക്കും. കുറഞ്ഞത് 20% മുൻകൂർ. വാഹനത്തിന്റെ ആകെ വിലയുടെ കുറഞ്ഞത് 20% മുൻകൂറായിട്ട് ഡൗൺ പേയ്മെന്റ് അടച്ചിരിക്കണം. അപ്പൊ നിങ്ങൾക്ക് ചില വാഹനം 20% അടക്കാൻ നിങ്ങളുടെ പൈസ ഇല്ല. അപ്പൊ നിങ്ങൾ എടുക്കരുത്. അപ്പൊ തൊട്ടടുത്ത വാഹനം എടുക്കുക. 20% അടക്കാനുള്ള കപ്പാസിറ്റി നിങ്ങൾക്ക് ഉണ്ടോ എന്ന് നോക്കുക. അത്തരത്തിലുള്ള ബൈക്ക് മാത്രം നിങ്ങൾ എടുക്കുക. 80% മാത്രമേ ലോൺ എടുക്കാൻ പാടുള്ളൂ. ഇതിലൂടെ ലോൺ തുക കുറയുന്നു എന്നത് മാത്രമല്ല, തിരിച്ചടക്കേണ്ടി വരുന്ന ആകെ പലിശയിലും വലിയ രീതിയിലുള്ള കുറവ് ഉണ്ടായിരിക്കും. ഓക്കെ. നമ്പർ 4, തിരിച്ചടവ് കാലാവധി. വാഹന വായ്പയുടെ കാലാവധി പരമാവധി 4 വർഷത്തിൽ കൂടാൻ പാടില്ല. ലോൺ കാലാവധി കൂടുന്തോറും നിങ്ങൾ അടയ്ക്കേണ്ട പലിശയും ഗണ്യമായിട്ട് വർദ്ധിക്കും. 4 വർഷത്തിനുള്ളിൽ ലോൺ തിരിച്ചടയ്ക്കുന്നതിലൂടെ അനാവശ്യ പലിശ ഭാരം നിങ്ങൾക്ക് ഒഴിവാക്കാൻ പറ്റും. കൂടാതെ വാഹനത്തിന്റെ മൂല്യം ഇടിയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾക്ക് കടബാധ്യതയിൽ നിന്ന് മുക്തനാവാനും സാധിക്കും. അതാണ് 4. ഇനി അടുത്തതാണ് 10. വരുമാനത്തിന്റെ പരിധി. വാഹനത്തിന്റെ മാസഗഡു, ഇൻഷുറൻസ്, ഇന്ധന ചെലവ് ഇവയെല്ലാം ചേർത്തിട്ട് നിങ്ങളുടെ മാസ വരുമാനത്തിന്റെ 10% കൂടുതൽ. അപ്പൊ മൊത്തത്തിൽ ഇൻകം ഉണ്ട് 30,000 സാലറി, 3,000 റുപ്പീസിന്റെ മുകളിലേക്ക് പോകരുത്. എല്ലാ ചെലവും കൂടിയിട്ട്. അങ്ങനെ പോകുന്നത് നിങ്ങൾ കുറച്ച് കഷ്ടപ്പെടും. ഒഴിവാക്കേണ്ടത് 10%. ശമ്പളത്തിന്റെ വലിയൊരു ഭാഗം മാറ്റി വെക്കുന്നത് മറ്റ് അത്യാവശ്യ ഘടകങ്ങളെ ബാധിക്കും. ഇപ്പൊ ഫാമിലിക്കെല്ലാം നല്ലൊരു ഫണ്ട് കൊടുക്കണം, അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കാണ്. അല്ല ഫാമിലിക്ക് ഒന്നും സ്പെൻഡ് ചെയ്യേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആ ഫണ്ട് എടുത്തിട്ട് നമുക്ക് തന്നെ യൂസ് ചെയ്യാം. ദാറ്റ്സ് ഓൾ. ഇനി സുരക്ഷിതമായിട്ടുള്ള പരിധി എന്ന് പറഞ്ഞാൽ 10% അല്ലെങ്കിൽ അതിൽ താഴെയാണ്. മാസാവസാനം പണത്തിന് ബുദ്ധിമുട്ട് അനുഭവിച്ചിരിക്കാൻ ഈ ഒരു പരിധി നമ്മൾ കൃത്യമായിട്ട് പാലിക്കണം. മറ്റ് അത്യാവശ്യ നിക്ഷേപങ്ങളെയും ഇതൊന്നും ബാധിക്കില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ. 10% താഴെയാവും മാക്സിമം ശ്രദ്ധിക്കുക. വേറെ പ്രശ്നങ്ങളും ബാധ്യതകളൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? വേണമെങ്കിൽ 50%, അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ചെയ്യാം. ഒന്നും ഇല്ലെങ്കിൽ ഒരു ഉദാഹരണം നമുക്ക് എന്തായാലും നോക്കാം. ഈ റൂൾ അനുസരിച്ച് നിങ്ങളുടെ മാസ വരുമാനം 50,000 ആണെന്ന് കരുതുക. 50,000. വാഹന ചെലവ് പരമാവധി 5,000 രൂപ ഒരു മാസം വാഹനത്തിന് ചെലവ് വരും. ഒരു 2,000 EMI, ദെൻ ഒരു 3,000 വണ്ടിയുടെ ഫ്യൂവലിന്റെ ചാർജ്. എന്നിട്ട് ബൈക്കിന്റെ വില 1 lakh എന്ന് വിചാരിക്കാം. ഡൗൺ പേയ്മെന്റ് കയ്യിൽ നിന്നും 20,000 നിങ്ങൾ കൊടുത്തു, 20%. ലോൺ കാലാവധി 4 വർഷം. EMI നിങ്ങളുടെ ബജറ്റിനുള്ളിലാണെന്ന് പരിശോധിച്ച് നോക്കി. എത്രയാണ്? നിങ്ങളുടെ കൺട്രോളിലാണെങ്കിൽ ഒരു കുഴപ്പമില്ല.
നോ ഇഷ്യൂസ്. ഒരു വാഹനം വാങ്ങുക എന്നത് കേവലം ഒരു സന്തോഷം മാത്രമല്ല, അത് കൃത്യമായിട്ടുള്ള പ്ലാനിങ് ആവശ്യമുള്ള ഒരു നിക്ഷേപം കൂടിയാണ്. ആഡംബരത്തെക്കാൾ ഉപരി സ്വന്തം പോക്കറ്റിന് ഇണങ്ങുന്ന വാഹനം തിരഞ്ഞെടുക്കാൻ 20, 4, 10 റൂൾ നിങ്ങളെ സഹായിക്കും. അടുത്ത തവണ ഷോറൂമിൽ പോകുന്നതിന് മുമ്പ് ഈ കണക്കൊന്ന് കൂട്ടി നോക്കുക. സോ ഗൈസ്, ഇതൊന്നും അറിയാത്ത ഒരുപാട് ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, കൊളീഗ്സ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അവരുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അല്ലെങ്കിൽ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സ് ചെയ്യപ്പെടുന്നത്. വിഷ്മയ ലൈക്കുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. സൈനിങ് ഓഫ്. ബൈ.